ഒരുപാട് സഹിച്ച് ക്ഷമ നശിക്കുമ്പോ പ്രതികരിച്ചു പോവും. എന്താ അവള് പറയുന്നു? എനിക്കും കൂടെ കേൾക്കണം. ഒരു ഭാര്യ എന്ന രീതിയിലുള്ള പരിഗണന ആഗ്രഹിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ, ഇതൊന്നും മനസ്സിലാക്കാതെ സ്വന്തം കാര്യത്തിലും ജോലിയിലും മാത്രം താല്പര്യമുള്ള ഒരാളോട് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ പെരുമാറേണ്ടത്? എനിക്ക് വേണ്ടത് എന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയാണ്, അല്ലാതെ ആശുപത്രിയെ മാത്രം സ്നേഹിക്കുന്ന ഒരാളെ അല്ല. ഡോക്ടർ എന്ന് പറഞ്ഞാലേ പണം മാത്രം ഉണ്ടാക്കുന്ന ഒരു ഉപകരണമല്ല, രാജ്യത്തിന്റെ പൊതു സ്വത്താ. എന്താ അവിടെ ഒരു മുറുമുറുപ്പ്? ആശുപത്രിയെ കുറ്റം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. എടോ ഉപദേശി, നീ നിന്റെ ഡോക്ടറോട് പറ ആദ്യം സ്വന്തം വീടിന്റെ അസുഖം ഭേദമാക്കാൻ, എന്നിട്ട് മതി നാട്ടുകാരുടെ. അതെ, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റും. ഞാൻ ഓപ്പറേഷൻ ചെയ്തോളാം. അമ്മജി ആ പറഞ്ഞത് നേരാണ്. ഈ ചുമരുണ്ടെങ്കിലേ പടം വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ കുടുംബം എന്നുള്ള പടം വരയ്ക്കേണ്ടത് ഭാര്യയും ഭർത്താവും കൂടി ചേർന്നിട്ടില്ല അമ്മച്ചിയെ. അല്ല സാറേ, അമ്മച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ തന്നെ ഇപ്പൊ എന്തൊരു പ്രശ്നം ഉണ്ടായേ? നാളെ പ്രധാനമന്ത്രി വരാകണ്ട ഒരു MLA ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചതാ. അതിന് നിങ്ങളുടെ കുറെ പേരുടെ സമയം ചിലപ്പോ ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അത് ശരി തന്നെയാണ്. അമ്മച്ചിനൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടില് കുറെ നാളുകൾക്ക് ശേഷം ലീവിൽ വരുന്ന ഒരു പട്ടാളക്കാരൻ വീട്ടിലെത്തി പെട്ടി വെക്കുമ്പോഴായിരിക്കും കോള് വരണേ. വേഗം ചെല്ലാൻ. ദേശസ്നേഹിയായ പട്ടാളക്കാരനാച്ചാ മൂപ്പരി പോയിരിക്കും. അതാ ജോലിയുടെ പ്രത്യേകത. അമ്മച്ചി എന്തുട്ടിന് ദേശസ്നേഹിയായിട്ടുള്ള ഈ ഓട്ടോക്കാരൻ രാവിലെ മുതൽ ഓട്ടം കഴിഞ്ഞ് രാത്രി വന്ന് കിടക്കുമ്പോഴായിരിക്കും കോള് വരണേ. നമ്മള് പോകും അമ്മച്ചി. നമ്മുടെ ഓട്ടോ കൂലി പോട്ടെ, നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെലവാക്കണ കാശ് പോലും തിരിച്ചു കിട്ടില്ല. എന്ന് വെച്ചാൽ നാളെ ഒരിക്കലും നമ്മളെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മള് പോകാതിരിക്കുവോ? നമ്മള് പോവും. അത് മനുഷ്യത്തുള്ള ഏത് ഓട്ടോ ഡ്രൈവർ ആച്ചാലും പോവും. അത് ഞങ്ങള് ഡ്രൈവർമാരുടെ ഒരു പ്രത്യേകതയാണ് സാറേ. അത് തന്നെയല്ലേ ഇപ്പൊ ഇവിടെ സംഭവിച്ചേ? വേറൊന്നുമില്ല. ഏതൊരു ഭർത്താവിന്റെയും ജോലിയുടെ സ്വഭാവ രീതി ഒരു ഭാര്യ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ, വീട്ടിലെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോ അമ്മച്ചി നേരത്തെ പറഞ്ഞ മറ്റേ പടം ഉണ്ടല്ലോ, ഫോട്ടോ, അതിങ്ങനെ ഒരുമിച്ചിരുന്ന് വരയ്ക്കാൻ പറ്റും. അല്ല സാറേ? ചേച്ചിക്ക് അറിയോ, ചില അച്ഛനമ്മമാര് അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടും ദുരിതങ്ങളും നമ്മുടെ മക്കൾ അനുഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ ലാളിച്ചും പൈസയുടെ വില പോലും അറിയിക്കാതെ അങ്ങോട്ട് പാടും. എന്നിട്ട് അവറ്റോളെ വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചയക്കുമ്പോ ആ ഭർത്താവിന്റെ വീട്ടിലും ഈ ലാളനെ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് വാശി പിടിക്കേണ്ടതേ മണ്ടത്തരാണ്. ഈ വാശിയാണ് ഈ വഴക്കിനും വക്കാണത്തിനും ഇറങ്ങിപ്പോക്കിനൊക്കെ കാരണം. അറിയോ ചേച്ചിക്ക്? അമ്മയെ, കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന പെൺകുട്ടികൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഭർത്താവിന്റെ ജോലി, വരുമാനം, അതറിഞ്ഞു വേണം ജീവിക്കാന്ന്, അതറിഞ്ഞു വേണം പൈസ ചെലവാക്കാന്ന്. അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് ഏറ്റവും മനസമാധാനമുള്ള ഭാര്യ ഭർത്താക്കന്മാര്. അങ്ങനെ പറഞ്ഞു കൊടുക്കണോ? പറയുന്നതാണ്. എനിക്കറിയില്ല സാറ് ഞാൻ പറയണ ശരിയാണോ എന്ന്. എന്നിട്ട് കുന്തെങ്കിലാവട്ടെ. അപ്പൊ അമ്മച്ചി ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയോ? നീ കുറെ നേരം ആയാലും ഉപദേശം തുടങ്ങിയിട്ട്. ഈ പറഞ്ഞ തിരിച്ചറിവേ ഭാര്യയ്ക്ക് മാത്രമല്ല ഭർത്താവിനും ആവാം. താൻ എന്താ വിചാരിച്ചത്? ഭർത്താവ് കൽപ്പിക്കുക, അതൊക്കെ ഭാര്യ മിണ്ടാതെ അങ്ങ് അനുസരിക്കുക. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി അടിച്ചമർത്താൻ ഒരു പെണ്ണിനെയും കിട്ടില്ല. അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യമുണ്ട് ഈ ലോകത്ത്. ഇന്നിവിടെ പുരുഷ മേധാവിത്വമാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന. അറിയോ? അമ്മച്ചി മറ്റേ ലൈനാണല്ലേ ഈ എന്നിട്ട് സ്ത്രീ വിമോചനം. ഈ സ്ത്രീയാണ് ഈ പ്രശ്നം ഇത്ര വഷളാക്കുന്നത്. അവരുടെ ഒരു പുരുഷ വിദ്വേഷം. സാറേ, സാറൊന്നും മിണ്ടാണ്ടിരിക്കി. ഞാൻ എങ്ങനെങ്കിലും യോജിണ്ടാക്കട്ടെ. അമ്മച്ചി, നിങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളിൽ നിന്ന് മോചനം കിട്ടിട്ട് എങ്ങടാ പോകണ്ടേ? അന്യഗ്രഹത്തിലേക്കാ? ഇവിടെ ആകെ 2 ടീംസ് അല്ലേ ഉള്ളൂ, ആണുങ്ങളും പെണ്ണുങ്ങളും. ആണുങ്ങളില്ലാതെ പെണ്ണുങ്ങളും ഇല്ല, പെണ്ണുങ്ങളില്ലാതെ ആണുങ്ങളും ഇല്ല. അങ്ങനെയല്ലേ മൂപ്പര് നമ്മൾ ഇങ്ങോട്ട് പടച്ചു വിട്ടിരിക്കണേ? സൈലൻസ്. ഹലോ ഹലോ, ഇതൊന്നും തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പുരുഷന്മാരൊക്കെ ഒറ്റക്കെട്ടാണല്ലോ. അതെ, ഒറ്റക്കെട്ടാ. ഈ ആണുങ്ങളൊക്കെ ഒറ്റക്കെട്ടാമായി. ടെൻഷൻ മാറാനേ ചെറുതല്ലതാ. കുറച്ചെടുത്ത് നിന്റെ കണ്ണിത്തേക്ക്. അമ്മായി, ഞാൻ പറഞ്ഞു വരണതേ, സ്ത്രീകൾ ആദ്യം മോചനം നേടേണ്ടത് അവരുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ജന്മന കിട്ടുന്ന ലജ്ജ, സ്ത്രൈണത, ഇതിന്നൊക്കെ മറികടക്കാൻ പറ്റും നിങ്ങൾക്ക്. അതുകൊണ്ടല്ലേ നിങ്ങൾ സ്ത്രീകള് സാറേ വലിയ പരിവില്ലാത്ത എന്തുട്ടാ പറയണേ? ദുർബല. ദുർബല എന്ന് പറയണേ? ഡോ, താനീ സംസാരിക്കുന്നതേ ഈ മണ്ഡലത്തിലെ വനിതാ വേദിയുടെ സെക്രട്ടറിയോടാ. അതെന്തുട്ടെങ്കിലും ആവട്ടെ, പക്ഷെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതുകൊണ്ടല്ലേ ഞങ്ങളുടെ സ്നേഹത്തിന്റെയും ഭയത്തിന്റെയും മുമ്പിൽ നിങ്ങൾ കീഴ്പ്പെട്ടു പോണേ. ഇപ്പൊ തന്നെ അമ്മച്ചിയുടെ 2 പെമ്മക്കള്, 2 അല്ലേ സാറേ? ആ 2 പെമ്മക്കളെയും ചേച്ചി എന്തിട്ട് പറഞ്ഞ വളർത്തിയിട്ടില്ലേ? നീ പെണ്ണാണ്, നീ ആട്ടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന്. അപ്പൊ ആദ്യം തന്നെ ആ കുട്ടിയോളെ അടിച്ചമർത്തിയതാരാ? അമ്മയനല്ലേ? വലിയ ലോകപരിചയമുള്ള ആളാണല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ആ 2 പെമ്മക്കളെ ആമ്പിള്ളേരെ തന്റെ അടുത്തുള്ള വളർത്താൻ പറ്റാതിരുന്നേ? അതാണ് പെണ്ണെന്നും പെണ്ണ് തന്നെയാ. അതാണ് പ്രകൃതി നിയമം.
പെണ്ണിന്റെ ലജ്ജലി പിന്നെ എന്തുകൊണ്ട് കൊള്ളാം. കേരളത്തിന്റെ കണക്കെടുക്കുമ്പോ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണല്ലോ. പക്ഷെ ഒരു ജോലിക്ക് മാത്രം വിളിച്ച ആരും കിട്ടാനില്ല. ഏത് ജോലി എന്ന് പറയാൻ പറ്റുമോ അമ്മച്ചിക്ക്? ഞാൻ പറയാം, ഡാൻസ് ടീച്ചർ. ആ സാധനത്തിനോട് മിണ്ടാണ്ടിരിക്കാൻ പറയോ? ഞാൻ അമ്മച്ചടിയാ ചോദിച്ചേ. എനിക്കറിയില്ല. ആ അതാണ് തെങ്ങുമ്മ കയറാൻ. കേരളത്തിൽ സ്ത്രീ വിമോചനം എന്നും പറഞ്ഞ് നടക്കണ നിങ്ങളെ പോലുള്ളവർക്ക് തെങ്ങുമ്മ കയറി 4 തേങ്ങ ഇടാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് കലക്കി. അത് ശരിയാ, ഞാൻ കുറെ ട്രൈ ചെയ്താ, ഇന്ന വരെ പറ്റിയിട്ടില്ല. സ്റ്റോക്കിന് കൊടുകൈ. എന്നിട്ട് പറഞ്ഞു നിർത്തിയതാവോ? ആ ഇപ്പോ കാട്ടിലെ കാര്യം തന്നെ എടുക്കാം. അവിടെ 10-20 പെണ്ണാനകൾ നിരന്നു നിന്നാലും അവറ്റോളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരൊറ്റ കൊമ്പം മതി. അതാ പറയണേ, മൃഗായാലും മനുഷ്യനായാലും ആണ് എന്നും ആണ് തന്നെയാ. അല്ലാണ്ട് ജിമ്മിൽ പോയി മസിൽ വരിപ്പിച്ചാലൊന്നും പെണ്ണാണിനെ പോലെ ഒന്നും ആവില്ലേട്ടാ. ആണിന് എത്ര മസിൽ ഉണ്ടായിട്ട് എന്താ കാര്യം? പെറാൻ പെണ്ണ് തന്നെ വേണ്ടെന്ന് തിരിച്ചടിക്കാമായി. രാധേ, അച്ചാർ തീർന്നുട്ടാ. ഇനി ടെൻഷൻ മാറ്റാൻ എന്താ കഴിക്കുക? അണ്ടിപ്പരിപ്പുണ്ടോ രാധേ 2 എണ്ണം എടുക്കാൻ? ഇപ്പൊ നിങ്ങൾ സ്ത്രീകളുടെ പ്രശ്നം എന്തുട്ടാ? ഞങ്ങൾ ആണുങ്ങൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ഭരിക്കണമെന്നാ? ലോകത്തിലെ എല്ലാ ആണുങ്ങളും കൂടി ഒരു മൈതാനത്ത് ഒത്തുകൂടിയിട്ട് ഇനി മുതൽ നമ്മുടെ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുള്ളൂ എന്നൊന്നും എടുത്തിട്ടുള്ള തീരുമാനമല്ല ഇത്. ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തുള്ള ഭൂരിഭാഗം ആണുങ്ങളും പെണ്ണുങ്ങളോട് ഇങ്ങനെ തന്നെ പെരുമാറണേ അല്ലേ സാറേ? പിന്നല്ലാതെ ചേച്ചി, നമ്മുടെ നാട്ടിലെ ഗാർഹിക പീഡനങ്ങളും സ്ത്രീ പീഡനങ്ങളും കൂടണം എന്തുകൊണ്ടാണെന്നറിയോ? അതൊക്കെ നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ ഭയമില്ലാത്തോണ്ടാണ്. ചേച്ചി പത്രത്തിൽ വായിക്കാറില്ലേ? പീഡന കേസിൽ അറസ്റ്റിലായവൻ അതിനു മുമ്പ് 16 കേസിലെ പ്രതിയായിരുന്നു. എന്നിട്ട് അവന് വീണ്ടും കിട്ടണ ജാമ്യം. എടോ, തന്റെ കവല പ്രസംഗം നിർത്തണോ? സത്യം പറയുമ്പോഴേക്കും കവലപ്രസംഗം എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളല്ലേ എൻ്റെ ചേച്ചിയെ. ചേച്ചി, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇപ്പം നിയമലംഘനാണ്. ഇതെന്തുട്ടാ നമുക്ക് നിയമങ്ങൾ അനുസരിക്കാൻ അറിയാത്തോണ്ടാ? ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇവിടെ വണ്ടി ഓടിക്കണം നമ്മൾ മലയാളികൾ ഗൾഫിൽ ചെന്ന് വണ്ടി ഓടിക്കണം കണ്ടു കഴിഞ്ഞാൽ അവറ്റവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. അവിടുത്തെ നിയമം അനുസരിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിലേ അവൻ്റെ അടപ്പ് തെറിക്കുന്നവനറിയാം. എന്തുട്ടിന് ഏത് നട്ടപ്പാതിരാക്കും ഒരു സ്ത്രീക്ക് സുഖമായിട്ട് ഇറങ്ങി നടക്കാം. ഒരുത്തിന്റെ കൈ പൊങ്ങില്ല. അങ്ങനെ പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പൊങ്ങാനുണ്ടാവില്ലെന്ന് അവനറിയാം. അതാണ് അവിടുത്തെ സ്ത്രീ സുരക്ഷയ്ക്ക് അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്ന ശക്തി. ഈ സൗമ്യ വധക്കേസ് ഇപ്പൊ ഗൾഫിലാണ് നടന്നെങ്കിലോ, ആ ഗോവിന്ദചാമിയുടെ 3ാം ചരമവാർഷികം ഇപ്പൊ അവിടെ ആഘോഷിച്ചാനെ. അങ്ങോരാച്ച നമ്മുടെ അവിടുത്തെ ജയിലിൽ കിടന്ന് ഫുഡടിച്ചേ ഇപ്പൊ ഗൾഫുകാരനെ പോലെയായി. ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടില് സ്ത്രീ സുരക്ഷിതയല്ലാത്തതേ പുരുഷ മേധാവിത്വം കൊണ്ട് മാത്രമാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. സിസ്റ്റത്തിന്റെ കുഴപ്പം. അതെ, നീ ഒരു ഓട്ടോറിക്ഷക്കാരൻ തന്നെയാണോ? നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ച്? അത് നമ്മുടെ തൃശ്ശൂരിലൊരു ഷാജി വക്കീലുണ്ട്. ഞാൻ മൂപ്പരുടെ കൂടെ കുറെ നാൾ വണ്ടി ഓടിക്കാൻ പോയിട്ടുണ്ട്. അവിടുന്ന് തോണ്ടിയതാ. അത് ശരി. ഇനിയിപ്പോ ഞാൻ സാറിന്റെ കൂടെ ഒരു വർഷം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യൂട്ടാ.